അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മട്ടൺ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. മിക്കവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ് മട്ടൺ കട്ട്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് മട്ടൺ കട്ട്ലറ്റാണ്. അപ്പോൾ അതെങ്ങനെ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനാദ്യമായിട്ട് ഒരു 1/2 കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ ഉപ്പും, പിന്നെ ആവശ്യത്തിന് കുറച്ചൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ വേവിച്ചിട്ടെടുക്കണം. ഇനി ഞാൻ 4 വലിയ ഉരുളക്കിഴങ്ങ് ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞൊന്ന് മാഷ് ചെയ്തിട്ട് വെക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ വെന്ത മട്ടൺ സാധാരണ വേവ് തന്നെയാണ് അതെടുത്തിട്ട് വരാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ഈ കട്ട്ലറ്റിന് മട്ടൺ യൂസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മുളക് തേച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കുറച്ച് ഓയിലിൽ ഫ്രൈ ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് നേരമൊന്നും ആവേണ്ട, ഇത് പെട്ടെന്ന് കുക്കാവും. മട്ടൺ ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ, അപ്പോൾ ആ മുളക് ഒന്ന് വേവാനുള്ള സമയമേ വേണ്ടൂ. ഇനി നമുക്ക് ഈ സെയിം ഓയിലിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ചേർക്കുക. ഇത് നന്നായിട്ട് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ നമ്മളിതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു 2 സവാള അരിഞ്ഞത് ഞാൻ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പൊടിച്ചതാണ് കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും. വീട്ടിൽ നിന്ന് പൊടിച്ചതിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഗരം മസാല തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പെപ്പറൊക്കെ നിങ്ങളെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ മട്ടൺ ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പെപ്പർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ എനിക്കുള്ള ആവശ്യത്തിനുള്ള എരിവ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങുണ്ടല്ലോ, ഉടച്ചു വെച്ച് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ മട്ടൺ ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ്. പിന്നെ ചിക്കനേക്കാളും മട്ടൺ കുറച്ചുകൂടി ജ്യൂസി ആയിട്ട് എനിക്ക് തോന്നാറ് കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ. പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. മീറ്റ് അധികമായിട്ട് വേണം. കുറച്ച് മീറ്റ് ഇട്ടിട്ട് ചേർത്ത് കുറച്ച് അധികം ഇട്ടിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക കേട്ടോ. അപ്പം ഞാനിവിടെ കട്ട്ലറ്റിനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു മാഷർ വെച്ചിട്ട് ഒന്ന് മാഷ് ചെയ്തെടുത്താൽ ഒന്നും കൂടി നന്നായിട്ട് മിക്സായിട്ട് വരും. ഇനി ഞാൻ 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കട്ട്ലറ്റ് സാധാരണ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ തന്നെ. കയ്യിൽ കുറച്ച് നെയ്യ് തടവി നമ്മൾ കട്ട്ലറ്റ് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്ത് ഉരുളകളാക്കി നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ പരത്തി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിച്ചെടുക്കൽ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കട്ട്ലറ്റ് ഏതാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചിക്കനും ഇതുപോലെ തന്നെ ഞാൻ പൊരിച്ചിട്ടാട്ടോ ചെയ്യാറ്. പൊരിച്ച് ചെയ്യുമ്പം വല്ലാത്തൊരു ടേസ്റ്റാണ്. ഇനിയെല്ലാം നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവസാനം ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ട് വാഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈയാണ് ചെയ്യാൻ പോകുന്നത്. കട്ട്ലറ്റ് ഡീപ്പ് ഫ്രൈ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുമ്പോൾ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം അല്ലാത്തപ്പോൾ നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് മേലിൽ വേറൊരു പോർഷൻ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അങ്ങനെ നമുക്ക് ഈ കട്ട്ലറ്റ്സ് ഒക്കെ പൊരിച്ചെടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് എടുത്തിട്ട് മാറ്റാം കേട്ടോ. നമ്മളെ കട്ട്ലറ്റ് ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി ഇത് കോരി മാറ്റാൻ പോവാണ്. കണ്ടില്ല, നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് സമയം വെച്ചാൽ ഇത് ഓവറായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ എടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കുക. അങ്ങനെ എല്ലാ കട്ട്ലറ്റ്സും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി മട്ടൺ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഈ സെയിം റെസിപ്പി ചിക്കനിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മട്ടൺ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിക്കനിലോ അല്ലെങ്കിൽ പ്രോൺസിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റിൽ വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കണേ. അങ്ങനെ ഞാൻ എല്ലാ കട്ട്ലറ്റ്സും പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ജ്യൂസിയാണ്. മട്ടൻ്റെ മീറ്റ് പൊതുവെ നല്ല ജ്യൂസിയാണ്. കട്ട്ലറ്റ്സിൽ നല്ല ടേസ്റ്റുമാണ് ആ മട്ടൻ്റെ ഫ്ലേവർ വരുമ്പോൾ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക. I'll see you with another video very soon. Until then, it's me, Nishi, signing off. Bye-bye.